ഈ ഓടിക്കേറി പോകരുത്. അല്ല, ഈ മല ഞാൻ ഓടിക്കേറും എന്ന് പറഞ്ഞ് കയറിയാൽ നമ്മൾ കയറിപ്പോവും. കുടജാതിരിയിലൊക്കെ ആളുകൾ പോകുന്നില്ലേ? അങ്ങനല്ല, ഒരു നോർമലായി ഒരു വാശിയും വൈരാഗ്യവും അഹങ്കാരവും കോംപ്ലക്സും ഒന്നും എടുക്കാതെ മലയോയെ വെല്ലുവിളിക്കാതെ മര്യാദയ്ക്ക് നടന്നു കയറിയാൽ ഒന്ന് നിൽക്കാൻ തോന്നുന്ന, ജസ്റ്റ് ഒന്ന് നിൽക്കണമെന്ന് ബോഡി പറയുന്ന ഒരു സ്ഥലം എന്ന് എത്തിയെന്ന് വിചാരിക്കുക. ഒരു ചരിവിലേക്ക് നടക്കുമ്പോൾ അത് കണക്കാക്കിയാൽ മതി. മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാവാം. ഒരു 10 ഡിഗ്രി ചരിവ്, പിന്നെ വീണ്ടും 20 ഡിഗ്രി ചരിവുണ്ട്, 30, ഇങ്ങനെ ചരിവുണ്ട് പല തരത്തിലും. 0 സ്ലോപ്പ് ഉണ്ട്, കുട്ടനാട് പോലുള്ള. സ്ലോപ്പിന് താഴെയുള്ളതുണ്ട്, സമതലത്തിന് താഴെയുണ്ട്, സ്ലോപ്പേ ഇല്ല. പിന്നെ മൈക്രോ ലെവൽ സ്ലോപ്പ് ഉണ്ട്, പിന്നെ എന്താണ് പിന്നെ മെസാ ലെവൽ, ഇങ്ങനെ പല ലെവലാണ്. ഹൈ സ്ലോപ്പ്, വെരി ഹൈ എന്ന പല സ്ലോപ്പ് കാണാം. ഇത് 5%, 5 ഡിഗ്രി, 10 ഡിഗ്രി ഇങ്ങനെ പോവും. 20 ഡിഗ്രിക്ക് മുകളിലൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ സ്ലോപ്പാണ്. ശതമാനത്തിലും സ്ലോപ്പ് പറയും. ഇത്ര ശതമാനമാണ് സ്ലോപ്പ്. അത് പ്രദേശത്തിൻ്റെ സ്ഥലം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ശതമാനത്തിൽ സ്ലോപ്പ് പറയും, ഡിഗ്രിയിൽ സ്ലോപ്പ് പറയും. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു 10 ഡിഗ്രിക്ക് മുകളിലായാൽ അല്ലെങ്കിൽ 15 ഡിഗ്രിക്ക് മുകളിലായാൽ അവിടെ തെങ്ങ് പോലുള്ള കൃഷി ഇനി ചെയ്യരുത്. പണ്ട് ചെയ്തിരുന്നു, വലിയ മരങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിരുന്നു. പരന്ന മഴയായിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നു, ഒരു കുഴപ്പമില്ല. കൂമ്പാര മഴയായി കഴിഞ്ഞതുകൊണ്ട് ഇനി തെങ്ങ് പോലുള്ള കൃഷി മലനാട് പ്രദേശത്ത് പ്രായോഗികമല്ല. കപ്പ ഒരു കാരണവശാലും ചെയ്യരുത്, ഇഞ്ചി ഒരു കാരണവശാലും ചെയ്യരുത്, മണ്ണിളക്കമുള്ള ഒരു കൃഷിയും ഇനി മുകൾ ഭാഗത്ത് ചെയ്യരുത്.